ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ കീം 2024 എൻജിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. സോ ഈ വർഷം നമ്മൾ എവിടെയാണ് എൻജിനീയറിങ്ങിന് അല്ലെങ്കിൽ ഫാർമസിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതിനകത്ത് നിങ്ങളുടെ പേര്, റോൾ നമ്പർ, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ കിട്ടിയിട്ടുള്ളത്, അതേപോലെ ഏത് കോളേജാണോ അലോട്ട് ചെയ്തിട്ടുള്ളത്, അതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അതേപോലെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും അടങ്ങുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോം പേജിൽ കാണുന്ന ഈ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അങ്ങനെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൽ പറഞ്ഞിട്ടുള്ള ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫീ അടയ്ക്കാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് 13-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതായത് 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഓൺലൈനായിട്ട് പേ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും, പോസ്റ്റ് ഓഫീസ് വഴി പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. 13-ാം തീയതി 3 മണി വരെ മാത്രമേ നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫീസ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഇനി സബ്സിക്വൻ്റ് അലോട്ട്മെൻറ്റുകളും ഒന്നും തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച കോഴ്സോ കോളേജോ അല്ല കിട്ടിയിട്ടുള്ള എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സബ്സിക്വൻ്റ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 13-ാം തീയതി 3 മണിക്ക് മുന്നായിട്ട് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണുന്ന ഫീസ് ഓൺലൈനായിട്ടോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അത് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കോളേജിൽ പോയി ഫിസിക്കലി ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ നമ്മൾ സ്റ്റുഡൻസ് കോളേജിൽ പോയി ഫിസിക്കലി ജോയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫീ അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അത് 13-ാം തീയതിക്ക് മുന്നായിട്ട് ആ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൺഫർമേഷൻ കൊടുക്കാം. പക്ഷേ അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഫീ അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് 13-ാം തീയതിക്ക് മുന്നായിട്ട്. സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, എങ്ങനെയാണ് ഹയർ ഓപ്ഷൻസ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. അതല്ല ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യുകയോ അത് കൺഫേം ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്ത് ഫീസ് അടച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ബാക്കി ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ റാങ്കുകാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോഴ്സും കോളേജും മനസ്സിലാക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, ഫീ പേ ചെയ്യുക. ഓക്കെ, താങ്ക് യു.